വായന എന്നതു ശീലിക്കാം, അറിവുകളേറെ നേടിയിടാം. വായന എന്നതു ശീലിക്കാം. ഓക്കെ, സ്നേഹം നിറഞ്ഞ സിസ്റ്റർ ആൻറ്റിൻജു, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, ഏവർക്കും ഹൃദയം നിറഞ്ഞ വായനാ ദിനാശംസകൾ നേരുന്നു. ഇന്ന് നമ്മൾ വായനാ ദിനം ആചരിക്കുകയാണ്. അറിവിൻ്റെ വാതിലുകൾ തുറക്കുന്ന താക്കോലാണ് വായന. ഒരു നല്ല പുസ്തകം നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്താണ്. പുസ്തകങ്ങൾ നമ്മെ പുതിയ ലോകങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പുതിയ ആശയങ്ങളും മൂല്യങ്ങളും നൽകുന്നുണ്ട്. കേരളത്തിൽ വായനാ സംസ്കാരത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ മഹാനായ വിദ്യാഭ്യാസ പ്രവർത്തകനും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവുമായ പി എൻ പണിക്കർ സാറിൻ്റെ ചരമദിനമാണ് ജൂൺ 19. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് വായനാ ദിനം ആചരിക്കുന്നത്. ആരുടെ സ്മരണയോടുകൂടിയാണ് നമ്മൾ വായനാ ദിനം ആചരിക്കുന്നത്? ഉറപ്പ് പറയണം. പി എൻ പണിക്കർ. നല്ല ശ്രദ്ധയോടുകൂടി ഇരിക്കുക. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന അദ്ദേഹത്തിൻ്റെ സന്ദേശം ഇന്നും പ്രസക്തമാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ മൊബൈൽ ഫോണുകളും സാമൂഹിക മാധ്യമങ്ങളും നമ്മുടെ സമയം കൂടുതൽ കവർന്നെടുക്കുന്നുണ്ട്. കുറച്ച് സമയം വായനയ്ക്കായി മാറ്റിവെക്കുന്നത് ഏറെ ശ്രദ്ധാർഹമാണ്. വായന നമ്മുടെ ഭാഷാശേഷിയും ചിന്താശക്തിയും സൃഷ്ടിപരമായ കഴിവുകളും വർദ്ധിപ്പിക്കുന്നു. പുസ്തകങ്ങൾ അറിവിൻ്റെ വിളക്കുകളാണ്. വായന മനുഷ്യനെ ചിന്തയിലേക്കും വിവേകത്തിലേക്കും നയിക്കുന്നു. ഒരു പുസ്തകം തുറക്കുമ്പോൾ ഒരു പുതിയ ലോകം തന്നെയാണ് തുറക്കുന്നത്. ഒരു നല്ല പുസ്തകം നിശബ്ദനായ ഒരു ഗുരുവാണ്. വായന അറിവിലേക്കുള്ള ഒരു ജനാലയാണ്. പുസ്തകങ്ങൾ ആ ജനാല തുറക്കുന്ന താക്കോല്. ഇന്നത്തെ വായന നാളത്തെ നേതാവിനെ സൃഷ്ടിക്കുന്നുണ്ട്. വായന മനസ്സിന് വ്യായാമവും ആത്മാവിന് ആഹാരവുമാണ്. ഏതാനും ദിവസം മുൻപ് വായിച്ച ഒരു കഥ ഞാൻ ഓർത്തു പോവുകയാണ്. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ അരുൺ എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. കളിക്കാൻ ഏറെ ഇഷ്ടമുള്ള അവന് പുസ്തകങ്ങൾ തുറക്കാനേ താല്പര്യമുണ്ടായിരുന്നില്ല. നമുക്കും കുറച്ചൊക്കെ അങ്ങനെയായിരിക്കും. വായിക്കാൻ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട്? കുറച്ച് പേരുണ്ട്. കളിക്കാൻ ഇഷ്ടമുള്ളവരോ? മെജോറിറ്റി കളിക്കാനാണ്. കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് എപ്പോഴും കളിക്കാനാണ് കൂടുതൽ താല്പര്യം വരിക. അത് തെറ്റില്ല. പക്ഷെ കുറച്ച് സമയമെങ്കിലും നമ്മൾ വായനയ്ക്ക് മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു. അരുണിന് അധ്യാപകൻ ഒരു ദിവസം ഒരു നല്ല പുസ്തകം കൊടുത്തു. ആ കുട്ടിയോട് പറഞ്ഞു, ഒരാഴ്ചയൊന്ന് വായിച്ചു നോക്കൂ. അതിനുശേഷം വായിക്കാൻ താല്പര്യമില്ലെങ്കിൽ വായിക്കേണ്ടതില്ല. മനസ്സില്ലാ മനസ്സോടെ അരുൺ പുസ്തകം വായിക്കാൻ തുടങ്ങി. ഒരു കുട്ടിക്ക് ധൈര്യവും പരിശ്രമവും കൊണ്ട് വിജയിച്ച ഒരു ബാലൻ്റെ കഥയായിരുന്നു അതവന് ഏറെ പ്രചോദനം ലഭിച്ചു. പിന്നീട് അവൻ ദിവസവും ഓരോരോ പുസ്തകങ്ങൾ വായനയ്ക്കായി മാറ്റിവെച്ചു. കാലം കടന്നുപോയി. വർഷങ്ങൾക്ക് ശേഷം പുസ്തകങ്ങളിൽ നിന്ന് ലഭിച്ച അറിവും നല്ല ചിന്തകളും അവനെ പഠനത്തിലും ജീവിതത്തിലും മുന്നിലെത്തിച്ചു. ഒരിക്കൽ പുസ്തകങ്ങൾ വെറുതിരുന്ന അരുൺ ഗ്രാമത്തിലെ ഏറ്റവും മികച്ച ഒരു അധ്യാപകനായി മാറി. ഒരു ദിവസം വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? അപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു നല്ല പുസ്തകമാണ്. മാറ്റിമറിച്ചത് ഒരു നല്ല പുസ്തകമാണ്. ഒരു നല്ല പുസ്തകം ഒരു നല്ല സുഹൃത്തിനേക്കാൾ വിലപ്പെട്ടതാണ്. വായന അറിവ് നൽകുന്നു. അറിവ് ജീവിതത്തെ ഉയരങ്ങളിലേക്ക് നയിക്കുന്നു. പ്രിയ കുട്ടികളെ, നന്നായി വായിക്കുന്നവർ നല്ല വാക്കുകളെ ഉച്ചരിക്കും. ഇന്ന് രാവിലെ നമ്മളോട് അച്ഛൻ പറഞ്ഞു, നല്ല വൃക്ഷം നല്ല ഫലങ്ങൾ കായ്ക്കുന്നു. നല്ല വ്യക്തികൾ നല്ല സംസാരം.
ഒരിക്കലും മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്തുന്ന ഒരു വാക്കുകളും നല്ല വീട്ടിലെ കുഞ്ഞുങ്ങൾ പറയില്ല. മോശമായിട്ടുള്ള വാക്കുകളൊന്നും തന്നെ കുട്ടികൾ പറയുകയില്ല. നല്ല നമ്മുടെ വീടിൻ്റെ മഹിമ കാണിക്കാൻ, വിദ്യാലയത്തിൻ്റെ മഹിമ കാണിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരിലും കൂടെയാണ്. നിങ്ങൾ നല്ല വാക്കുകൾ സംസാരിച്ചാൽ എല്ലാവരും പറയും ചെറുപുഷ്പത്തിലെ കുട്ടികൾ മിടുക്കരാണ്, എന്തു നല്ല സംസാര രീതിയാണ്. ഏതെങ്കിലും ഒരു കുട്ടി മോശമായ വാക്കുകൾ ഉപയോഗിച്ചാൽ എന്തു പറയും? സ്കൂളിനെ മൊത്തം ആക്ഷേപിച്ചുകൊണ്ട് പറയും, അയ്യോ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾക്ക് എന്താ ഒരു സംസാര രീതി, സഹിക്കാൻ പറ്റാത്ത സംസാരമാണല്ലോ, വായിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത വാക്കുകളാണല്ലോ ആ കുഞ്ഞുങ്ങൾ പറയുന്നത് എന്ന്. നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടോ? നല്ല വാക്കുകളെ ഞാൻ സംസാരിക്കൂ, നല്ല പുസ്തകങ്ങൾ ഞാൻ വായിക്കും എന്ന് തീർച്ചപ്പെടുത്തിയവരെ, ഉറപ്പിച്ചവരൊന്ന് കൈപൊക്കിയേ. 5 മിനിറ്റ് സമയമെങ്കിലും ഞാൻ വായിക്കും എന്ന് പ്രതിജ്ഞയെടുക്കാം. ഹാൻഡ്സ് ഡൗൺ. ചിലർക്ക് സംശയമാണ്, കൈ പൊക്കണോ പൊക്കണ്ടേന്ന്, നല്ല വാക്ക് പറയണ്ടേന്ന് സംശയമുള്ള കുട്ടികളും നമ്മുടെ ഇടയിൽ ഇല്ലാതില്ല. അതുകൊണ്ട് നിങ്ങൾ വായനയ്ക്കായി എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും വായനയ്ക്കായി വിനിയോഗിച്ചാൽ നിങ്ങളുടെ ബുദ്ധി വികസിക്കും, നല്ല നല്ല വാക്കുകൾ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും, കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. ഈ വായനാ ദിനത്തിൽ പുസ്തകങ്ങളെ സ്നേഹിക്കാനും വായന ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും നമുക്ക് പ്രതിജ്ഞയെടുക്കാം. നല്ല പുസ്തകങ്ങൾ വായിക്കുന്നവർ നല്ല വാക്കുകളെ സംസാരിക്കും. ആയതിനാൽ നന്മയുടെ വക്താക്കളാകാൻ നമുക്ക് ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വായനാ ദിനാശംസകൾ സ്നേഹപൂർവ്വം ദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സിസ്റ്റർ പറഞ്ഞു തന്നിരുന്നു അല്ലേ? ഇനി സിസ്റ്റർ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നത്? വായനയെക്കുറിച്ച്, വായനയുടെ മഹാത്മ്യത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് സിസ്റ്റർ പറഞ്ഞത്? എന്തൊക്കെയാണ് പറഞ്ഞു തന്നത്? വായിക്കുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്? എന്താണ്? പുസ്തകങ്ങൾ ആരാണെന്നാണ് സിസ്റ്റർ പറഞ്ഞത്? നമ്മുടെ കൂട്ടുകാരാണ് അല്ലേ? പുസ്തകങ്ങൾ നമ്മുടെ നല്ല കൂട്ടുകാരാണ്. അവര് നമ്മളെ ഇതിലേക്ക് നയിക്കുന്ന വിനോദത്തിലേക്കും വിജ്ഞാനത്തിലേക്കും. നമ്മൾ വായനയിലൂടെ പുസ്തകങ്ങളെ കൂട്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വിനോദത്തിലേക്കും വിജ്ഞാനത്തിലേക്കും വഴികാട്ടികളായിട്ട് മാറുകയാണ് പുസ്തകങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് പ്രത്യേകത? വായനാ ദിനം. എന്തുകൊണ്ടാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? എന്തുകൊണ്ടാണ്? P.N. പണിക്കരുടെ ഓർമ്മ ദിനമാണ് അല്ലെ? അപ്പൊ നമ്മള് ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഒക്കെയാണ് കൂടുതൽ നിങ്ങൾ ചെലവഴിക്കുന്നതിലാണ്. ആ സമയത്ത് നമ്മൾ പുസ്തക വായനയ്ക്ക് വേണ്ടി ഒരു ദിവസം ഒരു പേജെങ്കിലും വായിക്കാൻ തയ്യാറാകണമെന്നാണ് ഞാൻ നിങ്ങളോട് ഈ ദിവസം പറയാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തയ്യാറാണ്? ഒരു ദിവസം ഒരു പേജെങ്കിലും നിങ്ങൾ പുസ്തക വായനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുവോ? അപ്പൊ എല്ലാവരും ഇനി ടീച്ചർ നാളെ ക്ലാസ്സിൽ നിന്ന് ചോദിക്കും, പുസ്തക വായനയ്ക്ക് വേണ്ടി നിങ്ങളുടെ പുസ്തകമാണ് ഏത് പുസ്തകമായിക്കോട്ടെ, നിങ്ങൾ ഒരു ഇത് വായിക്കുമ്പോൾ ഒരു പെൻസിൽ ലൈബ്രറി ബുക്കൊക്കെ ഇവിടുന്ന് സ്കൂളിൽ തരുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ലൈബ്രറി ബുക്കിൽ ഒരു പേജെങ്കിലും നിങ്ങൾ വായിക്കാൻ വേണ്ടി തയ്യാറാകണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ നമ്മൾ വായനയിലൂടെ വളർന്നാലേ നല്ല മക്കളായി, നല്ല ഭാവിയിലെ വാഗ്ദാനങ്ങളായിട്ട് നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വായനാ ദിന ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. വായനയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക്
ഇഷ്ടം. പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം. വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം. നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം. ഒത്തു കളിക്കാൻ പഠിക്കാൻ പൊട്ടിച്ചിരിക്കാൻ വിതുമ്പിക്കരയുവാൻ. ഒത്തു കളിക്കാൻ പഠിക്കാൻ രസിക്കുവാൻ പൊട്ടിച്ചിരിക്കാൻ വിതുമ്പിക്കരയുവാൻ. ഉള്ളിൽ വെളിച്ചം നിറയ്ക്കുവാൻ കൂടുമെൻ പുസ്തകക്കൂട്ടരേറെ ഇഷ്ടം. ഉള്ളിൽ വെളിച്ചം നിറയ്ക്കുവാൻ കൂടുമെൻ പുസ്തകക്കൂട്ടരേറെ ഇഷ്ടം. വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം. നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം. വായനക്കാലം വളർത്തുവാൻ നാടാകെ വായനശാല പടുത്തുയർത്താൻ. വായനക്കാലം വളർത്തുവാൻ നാടാകെ വായനശാല പടുത്തുയർത്താൻ. ജന്മം സമർപ്പിച്ചൊരക്ഷരസ്യം പി.എൻ. പണിക്കരോടേറെ ഇഷ്ടം. ജന്മം സമർപ്പിച്ചൊരക്ഷരസ്നേഹിയം പി.എൻ. പണിക്കരോടേറെ ഇഷ്ടം. വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം. നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം. പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം. വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം. നല്ല വായനക്കാരെയാണേറെ. Beloved teachers and my dear friends, today I am here to speak about the importance of reading. Reading is one of the most valuable habits a person can develop. It is the key to knowledge, wisdom and success. Books are like windows that open our minds to new ideas, experiences and opportunities. Reading helps us improve our vocabulary, language skills and concentration. It strengthens our thinking ability and encourages creativity and imagination. Through books, we learn about science, history, culture, and the lives of great people. Reading also helps us become confident, informed individuals. It reduces stress, improves memory, and develops our ability to understand and solve problems. A child who reads regularly grows into a knowledgeable and responsible citizen. In this age of technology, let us not forget the joy of reading books. Even spending a few minutes each day with a book can make a big difference in our lives. Let us make reading a daily habit and discover the wonderful world that books offer. Today a reader, tomorrow a leader. Thank you and have a nice day. अध्यापिकाएं और मेरे प्यारे दोस्तों, सबको मेरे नमस्कार। सबसे पहले आप सभी को वाचन दिवस के शुभकामनाएं। 19 जून वाचन दिवस है। हमारा जीवन में वाचन को महत्वपूर्ण स्थान है। 19 जून वाचन दिवस के रूप में मनाया जाता है। पी.एन. पणिकर का निधन 19 जून 1995 को हुआ था। उनके केरल पुस्तकालय आंदोलन का पिता कहा जाता है। 19 जून से 1925 तक किताब पढ़ने का सप्ताह मनाया जाता है। वाचन एक अच्छी आदत है। यह हमारे ज्ञान को बढ़ाता है और हमारे बुद्धि को तोड़ करता है। किताबें हमारे दोस्त हैं। अच्छी किताब पढ़ने से हमारे व्यक्तित्व को विकसित किया जाता है। किताब पढ़ने से हम दुनिया के बारे में ज्ञान प्राप्त करते हैं। किताबें नए चीजों, नए स्थानों और नए लोगों के बारे में जानकारी देते हैं। विभिन्न प्रकार की पुस्तकों से अपना ज्ञान प्राप्त करते हैं। इसलिए मेरे प्यारे दोस्तों, अच्छी किताबें पढ़ो, लिखो और പഠോ. മാത്രമല്ല അവ അറിവിന്റെ വിളക്കുകളും ജീവിതത്തിന്റെ വഴികാട്ടികളുമാകുന്നു. മൗനമായി കിടക്കുന്ന ഓരോ പുസ്തകത്തിനുള്ളിലും ധാരാളം കൊള്ളുന്ന ഒരു പ്രപഞ്ചമുണ്ട്. ആ
സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുന്ന മനോഹരമായ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാർ. നമസ്കാരം കൂട്ടുകാരെ, ഞാൻ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ രചിച്ച മാമ്പഴം. മാതൃസ്നേഹത്തെ പറ്റി പറഞ്ഞു പോകാത്തവരെ ആരുമില്ല അല്ലെ? അതെ, മാതൃസ്നേഹത്തിന്റെ ആഴവും നഷ്ടപ്പെടുന്നതിന്റെ വേദനയും തീവ്രമായി പങ്കുവെക്കുന്ന ഒരു കവിതയാണ് ഞാൻ. വീട്ടുമുറ്റത്തെ മാവിൽ നിന്ന് തുടങ്ങുന്ന എന്റെ കഥ ആ മാങ്ങന് കേൾക്കാൻ യോഗമില്ലാതെ അകാലത്തിൽ പൊളിഞ്ഞുപോയ ഒരു മകന്റെ ഓർമ്മകളുടെ വേദനയായി മാറുന്നു. എന്നെ വായിക്കുമ്പോൾ ഒരു അമ്മയുടെ ഹൃദയമിടിപ്പ് നിങ്ങൾക്ക് തീർച്ചയായും കേൾക്കാൻ സാധിക്കും. അമ്മയുടെ സ്നേഹപൂർണ്ണ വരികളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഏവർക്കും നമസ്കാരം. ഒരാള് ഒരു പുസ്തകത്തെ പ്രശസ്തമാക്കിയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ ആ താരത്തെ പരിചയപ്പെടുത്താം. ഞാനാണ് പാത്തുമ്മയുടെ ആട്. എന്റെ സൃഷ്ടാവ് ബഷീർ എന്നെ എഴുതിയപ്പോൾ അദ്ദേഹം പോലും ചിന്തിച്ചു കാണുകയില്ല ഒരു സാധാരണ ആള് ഇത്ര പ്രശസ്തയാക്കുമെന്ന്. എന്റെ വീട്ടിൽ പാത്തുമ്മയുണ്ട്, ബഷീറുണ്ട്, അങ്ങനെ കുറെ ആളുകളുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ താരം ആട് തന്നെയാണ്. എന്റെ താരത്തിൽ രാജാക്കന്മാരില്ല, യുദ്ധങ്ങളില്ല, മാതൃകകളൊന്നും തന്നെയില്ല. പക്ഷേ ചിരിയുണ്ട്, സ്നേഹമുണ്ട്, കൊച്ചു പിണക്കങ്ങളുണ്ട്, ജീവിതത്തിന്റെ മധുരവുമുണ്ട്. നിങ്ങൾക്കും ചിന്തിക്കുവാനും ചിരിക്കുവാനും തോന്നുന്നുവെങ്കിൽ എന്നെ ഒരിക്കൽ വായിക്കൂ. ഞാനാണ് പാത്തുമ്മയുടെ ആട്. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാനാണ് കുഞ്ഞുണ്ണിയുടെ കവിതകൾ. എന്റെ താരങ്ങളിൽ താമസിക്കുന്നത് മലയാളത്തിന്റെ പ്രിയ കവിയായ കുഞ്ഞുണ്ണി മാഷാണ്. എന്റെ കവിതകളിൽ പ്രകൃതിയുണ്ട്, നന്മയുണ്ട്, അറിവുണ്ട്, തമാശയുണ്ട്. എന്റെ ചില കുഞ്ഞൻ വരികൾ കേൾക്കണോ? വായിച്ചാൽ വളരും, വായിച്ചില്ലേ വളയും. ഇത്തരം കുഞ്ഞൻ വരികളോടെ എനിക്ക് നിങ്ങളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കഴിയും. വരൂ, എന്നെ തുറക്കൂ, ഒരു കവിത വായിക്കൂ, ഒരു ചിരി സ്വന്തമാക്കൂ, ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിക്കൂ. നന്ദി, നമസ്കാരം. നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പുഷ്പവാടി. മലയാളത്തിലെ മഹാകവിയായ കുമാരനാശന്റെ തൂലികയിൽ വിരിഞ്ഞ ഒരു കൊച്ചു പൂന്തോട്ടം. എന്റെ ഓരോ താളുകളിലും പൂക്കളുടെ സൗന്ദര്യമുണ്ട്, പ്രകൃതിയുടെ സംഗീതമുണ്ട്, നന്മയുടെ സുഗന്ധമുണ്ട്. എന്നിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് വർണ്ണാഭമായ പുഷ്പങ്ങൾ മാത്രമല്ല, സ്നേഹത്തിന്റെയും കരുണയുടെയും ലോകം നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ സാധിക്കും. എന്നെ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നന്മയുടെ ഒരു പൂന്തോട്ടം വിരിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനാൽ എന്നെ തുറക്കൂ, വായിക്കൂ, ആസ്വദിക്കൂ. നന്ദി, നമസ്കാരം. നമസ്കാരം കൂട്ടുകാരെ, ഞാൻ CP പള്ളിപ്പുറത്തിന്റെ അപ്പൂപ്പൻ താടിയുടെ സ്വർഗയാത്ര. കാറ്റിൽ പറക്കുന്ന അപ്പൂപ്പൻ താടി പോലെ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ തുറക്കുമ്പോൾ നിങ്ങൾ കാണുക വെറുതെയല്ല, മറിച്ച് ചിരിയും കളിയും നിറഞ്ഞ നന്മയുടെ ലോകമാണ്. എന്റെ കഥകളിൽ ചിലത് നിങ്ങളെ ചിരിപ്പിക്കും, മറ്റു ചിലത് നിങ്ങളെ ചിന്തിപ്പിക്കും. കഥകളോടൊപ്പം പറഞ്ഞു തരാൻ നിങ്ങൾ എന്നെ വായിക്കൂ. ഞാനാണ് അപ്പൂപ്പൻ താടിയുടെ സ്വർഗയാത്ര. നന്ദി, നമസ്കാരം. അക്ഷരങ്ങളൊരുങ്ങാത്ത മനോഹരമായ ലോകത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും കൈകോർത്ത് നടക്കാം. പുസ്തകങ്ങളെ സ്നേഹിക്കാം, വായനയെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി വായനത്തിന് ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.